തങ്ങന്മാർക്ക് വലിയ മഹത്വമാണ്, അഹ്ലു ബൈത്തിന് വലിയ മഹത്വമാണ്. അതിന് കാരണം എന്താണ്? കാരണം അവരുടെ ശരീരങ്ങളിൽ സർക്കുലേറ്റ് ചെയ്യുന്ന രക്തം അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്താണ്. അതുകൊണ്ട് തന്നെ അവർ ചില്ലറക്കാരല്ല. അവരെ സ്നേഹിച്ചു ഒരാൾ മരിച്ചാൽ എത്ര മഹത്വമാണ് മഹാന്മാര് പഠിപ്പിച്ചത്. അക്കൂട്ടത്തിൽ പറഞ്ഞത് കാണാം, ജഅലല്ലാഹു ഖബറഹു മസാറ മലായികത്തിർ റഹ്മ. തങ്ങന്മാരെ പരിപാടിക്ക് എന്നും വന്നിരിക്കുന്ന ആളുകൾ, തങ്ങന്മാരെ സ്നേഹിച്ച് അവരെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ, തങ്ങന്മാരെ പരിപാടിക്ക് കൈകോർക്കുന്ന ആളുകൾ. അപ്പൊ അവരെ സ്നേഹിച്ച ഒരാൾ മരിച്ചാല് ആ മനുഷ്യൻ ഖബറിൽ പോയി കിടന്നാൽ ജഅലല്ലാഹു ഖബറഹു മസാറ മലായികത്തിർ റഹ്മാന, റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സന്ദർശിക്കുന്ന ഖബറാക്കി കൊടുക്കും അല്ലാഹു തആല. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം. ഇത് ചെറിയ വിഷയമൊന്നുമല്ല. നേരെ മറിച്ചോ, തങ്ങന്മാരെ വെറുപ്പിച്ചിട്ട് അവർക്ക് മരിക്കണേ. അവന്റെ പണി തന്നെ എന്താ? അവന്റെ പണി തന്നെ തങ്ങന്മാരെ വെറുപ്പിക്കല, അവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കല, അവരെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് നടക്കല. അതിന് വേറെ പണിയൊന്നുമില്ല. നിസ്കാരത്തിൽ നോക്കുമ്പോ തഹജ്ജുദൊക്കെ ഉണ്ട് കേട്ടോ. തഹജ്ജുദൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഈ തങ്ങന്മാരെ കുറ്റം പറയല്ല. മറ്റുള്ളവരൊന്നും കുറ്റം പറയാൻ നിൽക്കൂല. കാരണം ഓന്റെ കൽബിലെ ചിന്ത ഉണ്ടാവുള്ളൂ. എന്താണെന്നറിയോ? ഞാൻ അത്യാവശ്യം തിരക്കേടില്ലാന്ന്. അങ്ങനെയാണ്. പിന്നെ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിൽ അവൻ ചിന്തിക്കും, എന്റെ അടുത്ത് തഹജ്ജുദ് പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ തങ്ങന്മാരെ കുറ്റം പറയും? അതുകൊണ്ട് അത്യാവശ്യമൊക്കെ നിസ്കാര ഓത്തൊക്കെ ഉള്ളവൻ തന്നെയാണ് പലപ്പോഴും അഹ്ലു ബൈത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു നടക്കുന്നവൻ. അപ്പൊ വെറുതെ ഒന്നല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ കുറ്റം പറഞ്ഞിങ്ങനെ നടന്ന് ആയുസ് കഴിച്ച് അവസാന ഒരു ദിവസം മരിച്ചു. എന്നാല് മഹാന്മാരെന്താ പറഞ്ഞെന്നറിയോ? ലം യശുമ്മ റായിഹത്തൽ ജന്ന. അവന് സ്വർഗത്തിൽ പോകുന്നത് അവിടെ ഇരിക്കട്ടെ, സ്വർഗത്തിന്റെ മണം പോലും അവന് ലഭ്യമല്ല എന്നാണ്. അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ.